അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും കണ്ണിന് വളരെയേറെ കുളിർമയും സന്തോഷവും അതുപോലെ കൗതുകവും ഊർന്ന ഒരു കാഴ്ചയുമായിട്ടാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യമാണ് ആദ്യമായിട്ട് ഓർമ്മ വരിക. ഒന്ന്, നമ്മുടെ ശബരിമല ധർമ്മശാസ്താവ് ഇരിക്കുന്ന സ്ഥലം ശബരിമല അവിടെയാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ ആറന്മുള ക്ഷേത്രം, അതായത് ജലോത്സവം നടക്കുന്ന ആറന്മുള ക്ഷേത്രവും ഈ പത്തനംതിട്ട ജില്ലയിലാണ് അല്ലേ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ആറന്മുള വള്ളംകളിയെക്കുറിച്ചാണ്. അതായത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞില്ല, തിരുവാറന്മുളയപ്പൻ എന്നാണ് പറയുന്നത്. പാർത്ഥസാരഥിയാണ് അവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ആറന്മുളയപ്പൻ എന്നും തിരുവാറന്മുളയപ്പൻ എന്നും പറയുന്ന ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠ. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഈ ക്ഷേത്രം അല്പം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ താഴെക്കൂടാണ്, അതായത് തിരുവാറന്മുളയപ്പൻ്റെ കാൽപാദം തൊട്ട് ചുംബിച്ച് വണങ്ങി ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുമുണ്ട്, പമ്പാ നദി. ഈ പമ്പാ നദിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജലോത്സവം, അതായത് വള്ളംകളി നടക്കുന്നത്. വള്ളംകളി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. ഒരുപാട് വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ഞാൻ പറയുന്നില്ല. ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് കണ്ണിന് വളരെ കൗതുകവും സന്തോഷവും പകരുന്ന നല്ല നയന മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് പറയാം. അപ്പം ഓണം തൊട്ട്, അതായത് തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി നാളിലാണ് വള്ളംകളി നടത്തുന്നത്, അതായത് ഈ ജലോത്സവം നടത്തുന്നത്. വള്ളസദ്യ ഇവിടെ കേമമാണ്. ഇത് വഴിപാടാണ്, ബുക്കിംഗ് ആണ്. വള്ളസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തരം കറികൾ, സാധാരണ ഒരു സദ്യക്കകത്തുള്ള കറികളല്ലോ, പ്രത്യേകമാണ് വള്ളംകളി സദ്യ. ആ വള്ളംകളി സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ഐറ്റങ്ങളാണ് വരുന്നത്. അത് പാട്ട് പാടിയാണ്, വള്ളപ്പാട്ട് പാടിയാണ് അവർ കൊണ്ടുതരുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ, എന്ത് സംഗതിയായാലും, സാമ്പാറാകട്ടെ അവിയലാകട്ടെ, എന്ത് സംഭവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ വള്ളപ്പാട്ട് പാടിയാണ് നമുക്കത് കൊണ്ട് വിളമ്പിത്തരുന്നത്. അത് കാണണം, അത് കണ്ടനുഭവിക്കണം, മനസ്സ് നിറയണം. അതാണ്, അല്ലാതെ നമ്മൾ ചുമ്മാ പോയൊരു സദ്യ ഉണ്ണുന്ന പോലെയല്ല. ഈ സദ്യ ഉണ്ണുക തന്നെ വേണം. അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. അതിനകത്ത് ഉണ്ണുന്ന ഭാഗമൊന്നുമില്ല, പക്ഷെ മത്സരത്തിൻ്റെ ഭാഗം, ജലോത്സവത്തിൻ്റെ കുറച്ച് അംശങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പോകാം, കാഴ്ചയിലേക്ക് പോകാമേ. ആത്മാവിളിയുടെ താളമേളം, ആലപ്പുഴയുടെ ഹൃദയതാളം, പുന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കട മേളം. കുട്ടനാടൻ പുഞ്ചയിലെ ചിങ്ങക്കാറ്റ് പുഴ വീശി കീടകപ്പാടി താണ്ടി സൂര്യനെ കരയെത്തി. ഈ ചുണ്ടൻ വള്ളക്കേളി കാണാൻ ഒരു ചെറുകുഞ്ഞാറ്റേ അപ്പോൾ